UDF അധികാരത്തിലെത്തിയതോടെ സംസ്ഥാനത്തെ ഗരുഡൻ തൂക്കം ഉൾപ്പെടെ തിരിച്ചുവരുന്നുവെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. കൂടുതൽ കസ്റ്റഡി മർദ്ദനത്തിന് ഉത്തരവാദികളായ പോലീസുകാർ സർവീസിൽ തുടരാൻ അർഹരല്ലെന്നും രാജു എബ്രഹാം പറഞ്ഞു. അതോടൊപ്പം മർദ്ദനത്തിന് നേതൃത്വം നൽകിയ SIക്കെതിരായ നടപടി ട്രാൻസ്ഫറിൽ ഒതുക്കിയതിൽ മർദ്ദനത്തിനിരയായ യുവാവിന്റെ കുടുംബം അതൃപ്തി രേഖപ്പെടുത്തി. കൂടുതൽ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്നാൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. ഗരുഡൻ തൂക്കം അടക്കമുള്ള മർദ്ദനമുറകൾ കേരളത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. മർദ്ദനമേറ്റ കുട്ടി മാത്രമല്ല, അവരോടൊപ്പമുള്ള കുട്ടികൾ, ചെറുപ്പക്കാർ, അവരെല്ലാം കടുത്ത മാനസിക ആഘാതം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കുറ്റക്കാരെ വെള്ളപൂശുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് മർദ്ദനത്തിനിരയായ യുവാവും യുവാവിന്റെ മാതാവും പറഞ്ഞു. ഒരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഞങ്ങൾ ഇത്രയും പീഡ ഏൽപ്പിച്ചിട്ടും ഒരു ട്രാൻസ്ഫർ എന്ന് പറയുമ്പം അതിലെന്താണ് നീതി, അതിലെന്താണ് ന്യായം? ഒരു ഉദ്യോഗസ്ഥനെ പേരിനെങ്കിൽ സ്ഥലം മാറ്റുന്നു, ബാക്കിയുള്ളവർ ഇപ്പോഴും കൂടുതൽ സ്റ്റേഷൻ തന്നെയുള്ള ബാക്കി തല്ലിയവരും ഇപ്പോഴും സർവീസിലുണ്ട്. അവർക്കെല്ലാം നടപടി വേണമെന്ന് ആവശ്യം. എന്നെ തല്ലിയവർക്കെല്ലാവരും അതായത് നടപടി എടുത്തേ വരത്തുള്ളൂ. കസ്റ്റഡി മർദ്ദനത്തിൽ ആരോപണ വിധേയനായ സബ് ഇൻസ്പെക്ടറെ ട്രാൻസ്ഫർ മാത്രമാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.